നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ഒന്ന് പോകണം. അവിടെ ഇറാഖിലെ ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങളിലേക്ക് യുഎസും സൗദി അറേബ്യയും സംയുക്തമായി ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ പെട്രോളിയം കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ വർഷങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. IRGCയുടെ നിർദ്ദേശപ്രകാരമാണ് ഭീകര സംഘടനകൾ അപ്രതീക്ഷിത ആക്രമണം നടത്തിയെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ ആരോപണം. ഇതിനിടെ IRGC ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണമുണ്ടായി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ US സന്ദർശനം ഇതിനിടെ തുടരുകയാണ്. അജയ് സുധ ബിജു ഉണ്ട്. അജയ്, ഇപ്പോൾ നേരത്തെ സൗദിയിലെ പല കേന്ദ്രങ്ങളിലേക്കും തലസ്ഥാനത്തേക്കടക്കമുള്ള റിയാദിലേക്ക് സൗദിയിലെ പല മേഖലകളിലുമൊക്കെ ഇറാഖിലെ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു. അതിന് ഇറാന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇതിനുള്ള തിരിച്ചടി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ US കൂടി ഈ ആക്രമണത്തിൽ പങ്കാളികളായിരിക്കുന്നു സൗദിക്കൊപ്പം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൗദി തിരിച്ചാക്രമിക്കുന്നുണ്ട്. ഹൂതികൾക്ക് നേരെ ആക്രമണമുണ്ട്. ഇപ്പോൾ US കൂടി ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത. രാജ്യത്ത് ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ തങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ട്രംപ് ഔദ്യോഗികമായി പറഞ്ഞതിന് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സംഘർഷങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ സൗദി അറേബ്യ കൂടി പങ്കാളികളായി എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇറാഖിലുള്ള ഇറാൻ അനുകൂല ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും USഉം സൗദി അറേബ്യയും കൂടി സംയുക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് മേഖലയിലേക്ക് നേരിട്ടെത്തിയാണ് ഈ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും കണ്ടക്ട് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇറാഖിലുള്ള പ്രധാനമായിട്ട് PMF എന്ന് പറയുന്ന സംഘടനകൾ, അതായത് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ്, ഈ ഒരു സംഘടന ഇറാനെ കാലങ്ങളായി തന്നെ പിന്തുണയ്ക്കുന്ന ഒരു ഭീകരവാദ സംഘടനയാണ്. അപ്പോൾ ഇവരുടെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ബസ്ര എന്ന് പറയുന്ന ഒരു നഗരത്തിലുള്ള PMFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂർണ്ണമായിട്ടും ഈ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. സൗദി അറേബ്യ ഈ ആക്രമണത്തെ പറ്റി പറയുന്നത് അവരുടെ നിരവധി പെട്രോളിയം കേന്ദ്രങ്ങളിലേക്കൊക്കെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ചു. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം സൗദി അറേബ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഈ മേഖലകളിലേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. പ്രധാനമായിട്ടും റിയാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ജനവാസ മേഖലകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പെട്രോളിയം മേഖലകളിലേക്കായിരുന്നു ഈ ആക്രമണം. എന്നാൽ തങ്ങൾ ഈ ആക്രമണങ്ങളെ എല്ലാം പ്രതിരോധിച്ചതായിട്ടും സൗദി അറേബ്യ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നു. US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത് IRGCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറാഖിലുള്ള ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ്. 72 മണിക്കൂറിനിടെ 30 ആക്രമണങ്ങൾ ഇവർ കണ്ടക്ട് ചെയ്തതായിട്ടും IRGC പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 600ഓളം ആക്രമണങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതായിട്ടും USന്റെ പ്രസ്താവനയിൽ പറയുന്നു. അപ്പോൾ ഇറാന് നേരെ മാത്രമല്ല ഇറാഖിലുള്ള ഇറാൻ അനുകൂല ഭീകരവാദ കേന്ദ്രങ്ങളെയും US ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം IRGCയും വെറുതെ ഇരിക്കുന്നില്ല. ഇറാൻ നിലവിൽ ഔദ്യോഗികമായിട്ട് തന്നെ സൗദി അറേബ്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് തങ്ങൾക്ക് പങ്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ IRGCയുടെ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ജോർദാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നിൽ തങ്ങളാണ് എന്നാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറിനിടെ സൗദി അറേബ്യയിലും ജോർദാനിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിൽ ജോർദാനിലേക്ക് ആക്രമണം നടത്തിയത് IRGCയുടെ നേതൃത്വത്തിലാണെന്ന് IRGC നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾ US അവരുടെ പ്രതിരോധ ഫോഴ്സ് ഉപയോഗിച്ച് ഈ മിസൈൽ ആക്രമണങ്ങളെല്ലാം തടഞ്ഞതായിട്ടാണ് വിവരം. അതുമാത്രമല്ല ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന 3 കപ്പലുകളെ ആക്രമിച്ച് തടഞ്ഞതായിട്ടും IRGC അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാന്റെ നിർദ്ദേശം പാലിക്കാതെ കടന്നുപോയിട്ടുള്ള 3 കപ്പലുകളെയാണ് ആക്രമിച്ചതെന്നും IRGC കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലുണ്ടല്ലോ, ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയൊക്കെ ഫലപ്രദമായിരുന്നു എന്നുള്ള പ്രസ്താവന ഉണ്ടെങ്കിലും വിശദാംശങ്ങളൊന്നും വൈറ്റ് ഹൗസ് പങ്കുവെച്ച് കണ്ടില്ല. ഏതൊക്കെ തലങ്ങളിൽ ചർച്ചയുണ്ടായി എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷെ അപ്പോഴും അത്ര സുഖകരമായ ഒരു കൂടിക്കാഴ്ചയും മറ്റുമല്ല, അല്ലെങ്കിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരു ഉറപ്പും ഇസ്രായേലിന് അമേരിക്ക നൽകിയിട്ടില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്.
നിലവിലുള്ള ഒരു സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം US-ൽ നിന്ന് വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 90 മിനിറ്റാണ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായിട്ടും പശ്ചിമേഷ്യൻ വിഷയം തന്നെയാണ് ചർച്ചയായിട്ടുണ്ടാവുക. ഇതിൽ ട്രംപിൻ്റെ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇരു നേതാക്കളും ചർച്ച ശുഭകരമായിരുന്നു എന്നും നല്ല രീതിയിൽ ഈ ചർച്ച പര്യവസാനിച്ചതായിട്ടുമാണ് രണ്ട് നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും ഇരുവരും ഒരു പ്രസ് മീറ്റ് നടത്തി വിശദീകരിച്ചിട്ടില്ല. അത്തരം ഇരു നേതാക്കളും ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും US സന്ദർശനം നടത്തി നാളെയോടെ ആയിരിക്കും ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങുക. ശരി അജയ്, ഇന്നലെയാണ് ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായത്. ഇപ്പോൾ മരണസംഖ്യ 13 എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സുനാമി മുന്നറിയിപ്പൊക്കെ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ട്. പ്രധാനമായും കുമാമോട്ടോ മേഖല തെക്കൻ ഭാഗത്ത്, ജപ്പാൻ തെക്കൻ ഭാഗത്തുള്ള കുമാമോട്ടോ മേഖലയിലാണ് റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമീപ പ്രദേശങ്ങളിൽ നിരവധി തുടർ പ്രകമ്പനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയോൺ മോൾ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അത് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ ഭീകരമാണ്. അവിടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നും മരണസംഖ്യ ഉയർന്നേക്കാമെന്നുമൊക്കെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ആ മുന്നറിയിപ്പ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. തീരദേശങ്ങളിലുള്ളവരോട് മാറി താമസിക്കാൻ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച പശ്ചാത്തലമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ ജപ്പാന് സഹായവുമായി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്കറിയാം, ജപ്പാൻ പലപ്പോഴും സുനാമിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ മരണം 13 എത്തിയിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ജനജീവിതം ഇപ്പോൾ അല്പം പ്രതിസന്ധിയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ.